ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റു. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എണീറ്റതിന് പുറകെ ആദ്യം ഉണർന്നിട്ടുണ്ട്. ആദ്യം ഇപ്പോൾ അവളുടെ അച്ഛയെ വിളിച്ചുണർത്തിക്കൊണ്ടിരിക്കുകയാണ്. ചോദിക്കട്ടെ. ഗുഡ് മോർണിംഗ്. കുടിക്കണോ വേണ്ടേ? എങ്ങനെ തല കെട്ടണത്? കുടിക്കണോ? ഇങ്ങനെ എങ്ങനെ? അതോ മാമി വിളിക്കുന്നു. മാമി കുടിച്ചില്ലാന്ന് പറ. രാവിലത്തെ യുദ്ധം കഴിഞ്ഞു. നമ്മൾ താഴെ ഇറങ്ങി വന്നപ്പോഴേക്കും അമ്മ ദോശ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ രാവിലെ ആദൂട്ടിക്കും ദോശ കൊടുക്കാമെന്ന് വിചാരിച്ചു. സാധാരണ അവൾക്ക് രാവിലെ എന്തെങ്കിലും കുറുക്ക് കാച്ചി കൊടുക്കാറാണ് പതിവ്. അവൾക്ക് കുറച്ച് ദിവസമായിട്ട് നല്ല ചുമയും ജലദോഷവും ഒക്കെയാണ്. അപ്പം നൈറ്റ് ചെറിയ പനിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ ഈയിടെയായിട്ട് നേരെ ഫുഡും കഴിക്കുന്നില്ല. കുറച്ച് കഴിച്ചാൽ അതെല്ലാം അവൾ ഒമിറ്റ് ചെയ്യും. അതുകൊണ്ട് ഇന്ന് ദോശ കൊടുത്ത് നോക്കാമെന്ന് കരുതി. പിന്നെ ഇന്നൊരു ബിസി ഡേ ആണ്. ഇന്ന് മാത്രമല്ല നാളെ ചേട്ടൻ്റെ കസിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ നാളെ അങ്ങോട്ട് പോകും. അതുകൊണ്ട് ഇന്ന് അവിടെ കൊണ്ടുപോകാനായിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ പോകണം. അത് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങണം. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് ആദൂനെയും കൊണ്ട് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോകണം. ഇവിടെ അടുത്തുള്ളൊരു പീഡിയാട്രിക് ക്ലിനിക്കിലാണ് കാണിക്കുന്നത്. അവൾക്ക് 2 weeks ആയി വയ്യാതെ ആയിട്ട്. 1 week മുന്നേ ഒരു വട്ടം കാണിച്ചിരുന്നു. കുറവില്ലാത്തതുകൊണ്ട് ഒന്നുകൂടെ കാണിക്കാമെന്ന് കരുതി. നമ്മൾ റെഡിയായി. എവിടെ പോണ? അതോ ഹോസ്പിറ്റലിൽ പോകണം. പനി. പോവാമോ? ഹോസ്പിറ്റലിൽ പോവാം. കൊണ്ടുവരണ്ടെന്നാ ഒരു ദിവസം കൊടുത്തിട്ടോ. ഈ ഇടയായിട്ട് എന്താണെന്ന് അറിഞ്ഞൂടാ, ആദ്യം ഡോക്ടറിനെ കാണുമ്പോഴേ കീറി വിളിക്കാൻ തുടങ്ങും. അവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ ഓക്കെയാണ്. അങ്ങനെ നമ്മൾ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോവാണ്. ഇന്ന് നമ്മൾ ഇഞ്ചിക്കറിയാണ് വയ്ക്കുന്നത്. ഇഞ്ചിക്കറി വയ്ക്കുന്നത് അമ്മയാണ്. സ്വാതിക്ക് വയ്ക്കാറിനോടാന്ന് നാട്ടുകാർക്ക് അറിയാം. ഇഞ്ചിക്കറിക്ക് ആദ്യം ഇട്ടത് ഇത് എന്തോന്നാണമ്മ? ഫസ്റ്റ് ഇഞ്ചിക്കറിയിൽ ആദ്യം ഇട്ടത് എന്താണ്? അത് വിദഗ്ധമായ ഒരു കോമഡി അടിച്ചിരിക്കുകയാണ് ഇവിടെ.
ഇഞ്ചിക്കറിയിൽ ആദ്യം ഇട്ടത് ഇഞ്ചിയാണെന്നാണ് സുഹൃത്തുക്കളെ പറയുന്നത്. ഇഞ്ചി കഴിഞ്ഞ് വേറെ എന്തോ സാധനമൊക്കെ ഇട്ട് മുളക് കടുക് വറുത്തിട്ട് ഇഞ്ചി ഇട്ട് മുളക് പൊടി പുളി. അമ്മ പറയുമ്പോ ഞാൻ പറയുന്ന സ്വാമികൾ പഠിക്കാനുള്ളത്. ഇതെന്തര്? ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി. ഇനി കായം. അവളടുത്ത് ഇന്നാളെ ചിക്കൻ മസാല എടുത്തു തരാൻ പറഞ്ഞപ്പോ ഞാൻ ഇടണ വേറൊരു മസാലയാണെന്ന് പറഞ്ഞ് എനിക്ക് വേറെ അതിൽ നിന്ന് വേറൊരു മസാല എടുത്തു തന്നു. ചിക്കൻ മസാല ഉണ്ടായിരുന്നു, ഗരം മസാല. ചിക്കൻ മസാല ആ ബോക്സിനകത്ത് വെക്കണം. അപ്പൊ അത് ഇല്ലായിരുന്നു. ഗരം മസാലയും ചിക്കൻ മസാലയും ഒന്നാ? അല്ല, പക്ഷെ ഞാൻ ചിക്കൻ മസാല ചോദിച്ചപ്പം നീ എന്തിന് ഗരം മസാല എടുത്തു തന്നെ? നമ്മള് ചിക്കൻ കറിയില് ഗരം മസാല ഇടും, ചിക്കൻ മസാല ഇടും. ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല തന്നെ ഇടാം. പക്ഷെ എനിക്ക് ചിക്കൻ മസാല ഇട്ടാലേ പറ്റുള്ളൂ. കണ്ടാ, അതിനിടയ്ക്ക് കണ്ണ് തെറ്റിന്റെ ഇടയ്ക്ക് എന്തോ എടുത്ത് കറിക്ക് ടേസ്റ്റ് കൂടാൻ വേറെ എന്തോ എടുത്ത് ഒഴിച്ചു. ഇതെന്തോന്ന് ഒഴിച്ചത്? കണ്ണ് തെറ്റി ഇടയ്ക്ക് എടുത്ത് ഒഴിച്ചു കളഞ്ഞു. അതില് ആ കളർ നടക്കുന്നത് ചുമ വരും. അതും കൂടെ അടച്ചിട്ടോ. ഫ്രണ്ട് ഡോർ. ആ TV ഓഫ് ചെയ്തിട്ടോ. കറിക്ക് കളറിന്റെ ഒരു വ്യത്യാസം. വേറെ എന്തൊക്കെ ചേർത്ത്? ഒന്നും ചേർത്തില്ല. പുളി. ഇന്നത്തെ സ്പെഷ്യൽ കറി എന്തോന്നൊക്കെ? സാമ്പാർ, തോരൻ, ഇഞ്ചി കറിയാ? എനിക്ക് വേണ്ട, ചിക്കൻ ഒന്നുമില്ല. ചിക്കൻ വറക്കണം. എണ്ണ തെളിയുമ്പോൾ ഇത് വാങ്ങണം. എന്തൊക്കെ പറയണ എന്തോ. എന്ത് ചെയ്യണം അമ്മ? നല്ല പുളിയും. പുളി ഇരിക്കട്ടെ, ഇഞ്ചിക്കറിക്ക് പുളി വേണം അല്ലേ? ടാറ്റാ. എവിടെ പോണ? അമ്മയും വരട്ടാ. അടുത്ത് നമ്മളിതാ ഗിഫ്റ്റ് വാങ്ങാൻ പോകാൻ ഇറങ്ങി. കൂടെ അമ്മയും ഉണ്ട്. ഗിഫ്റ്റ് വാങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അച്ഛനെയും പിക്ക് ചെയ്യണം. ലഞ്ചൊക്കെ കഴിച്ചിട്ട് റെഡിയായി ഇറങ്ങിയപ്പോൾ നല്ല ലേറ്റായി. ഗിഫ്റ്റ് ഞാൻ ചോദിച്ചത് ഏത് ഫ്ലോറിൽ ഇറക്കണമെന്ന് നോക്കി. അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങി റെയിൽവേ സ്റ്റേഷനിൽ പോയി അച്ഛനെയും പിക്ക് ചെയ്തു. വന്നപ്പോൾ രാത്രിയിലെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ കുമാർ കഫേയിൽ കയറി.
ഫുഡൊക്കെ കഴിച്ചിറങ്ങി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് പോകുന്ന വഴിക്ക് സ്റ്റുഡിയോ കണ്ടത്. അപ്പോൾ ഒന്ന് സ്റ്റുഡിയോ കയറാമെന്ന് വിചാരിച്ചു. സ്റ്റുഡിയോയിൽ ഇപ്പോൾ ഓഫർ ഇട്ടിട്ടുണ്ട്. നിന്റെ കയ്യിൽ കിടക്കണം. The store will be closing in approximately 5 minutes. Please bring your final selections to the checkout immediately. Thank you. നെയിൽ പോളിഷ് എടുക്കണം. നെയിൽ പോളിഷ് എടുക്കണം. സത്യത്തിൽ അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റുഡിയോയിൽ കയറാമെന്ന് വിചാരിച്ചത്. പക്ഷെ അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അമ്മ ഒരു നെയിൽ പോളിഷ് മാത്രം എടുത്തു. ഡ്രസ്സൊന്നും വേണ്ടാന്ന് പറഞ്ഞു വന്ന ഒരാൾ 2-3 ടീഷർട്ട് തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മളത് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നാളെ മോർണിംഗ് ആണ് ഹൗസ് വാമിങ്ങിൻ്റെ ചടങ്ങുകൾ. അപ്പം നമുക്ക് നേരത്തെ പോകണം. അവരുടെ പുതിയ വീടിൻ്റെ കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ ഈ വ്ളോഗിൻ്റെ എൻഡിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.